എ ടെസ്റ്റ് ചാർജ് 1.6 × 10⁻⁻19 കൂളോം അല്ലേ, നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജാണത്. അപ്പോൾ എന്തായാലും ആ ചാർജ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളോമാണ്. ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്, വെക്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. എന്താണ്? 4i ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് എന്നുള്ള രൂപത്തിലാണ് തന്നിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡും തന്നിട്ടുണ്ട്, അതും വെക്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. 3k ക്യാപ്പ് പ്ലസ് 4i ക്യാപ്പ്. ടെസ്ലയാണ്, SI യൂണിറ്റിലാണ് എല്ലാം തന്നിട്ടുള്ളത്. വെലോസിറ്റി ms⁻⁻1, മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ല. അപ്പോൾ എല്ലാ SI യൂണിറ്റാണ്, ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഫോഴ്സ് ഓൺ ദിസ് ടെസ്റ്റ് ചാർജസ്, ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F = Q × V × B ആയിരിക്കും. V × V ആയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് V × V എത്രയാണെന്ന് കണ്ടുപിടിക്കണം. V × B. അപ്പോൾ V × B കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം, V × Bയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ V × B എന്നിങ്ങനെ എഴുതുന്നു. = നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നു. ആദ്യം i ക്യാപ്പ്, പിന്നെ j ക്യാപ്പ്, പിന്നെ k ക്യാപ്പ് എഴുതുന്നു അല്ലേ, ഫസ്റ്റ് റോയിൽ. സെക്കൻഡ് റോയിൽ നമുക്ക് V × V ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Vയുടെ ഐയുടെ കോയിഫിഷ്യൻ്റായ 4 അല്ലേ, ഐയുടെ താഴെ 4 എഴുതുന്നു. അടുത്ത് കെയുടെ താഴെ ഇവിടെ കിടക്കുന്ന 3 എഴുതുന്നു. അവിടെ J ഇല്ല അല്ലേ, J ഇല്ലാത്തതുകൊണ്ട് ജെയുടെ താഴെ 0 എഴുതണം. J ഇല്ലല്ലോ, K അല്ലേ ഉള്ളൂ. കെയുടെ താഴെ വേണം എന്ത് എഴുതാൻ? 3 എഴുതാൻ അല്ലേ. അടുത്ത് രണ്ടാമത്തെ വെക്ടറിൽ i ക്യാപ്പാണ്. i ക്യാപ്പിൻ്റെ അടുത്ത് കിടക്കുന്നത് 4 ആണ്. അപ്പോൾ i ക്യാപ്പിൻ്റെ താഴെ 4 തന്നെ എഴുതുക. അടുത്ത് k ക്യാപ്പിൻ്റെ താഴെ എന്ത് എഴുതുക? 3 എഴുതുക. j ക്യാപ്പിൻ്റെ താഴെ ഒന്നുമില്ല അല്ലേ, 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് നല്ലവണ്ണം അറിയാമെങ്കിൽ നിങ്ങൾ പഠിച്ച് കാണും. ഇതിലെ ഒരു കോളം അല്ലേ, ഒരു കോളത്തിൽ 2 സീറോസ് വന്നതുകൊണ്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ചെയ്ത് നോക്കിയാലും മതിയാവും കേട്ടോ. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ V × B 0 ആയതുകൊണ്ട് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് Q × V × B ഒരു 0 വെക്ടർ ആയതുകൊണ്ട് Q × 0 0 എന്ന് തന്നെയായിരിക്കും കിട്ടുക. അതുകൊണ്ട് അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യില്ല. ഓപ്ഷൻ D ആണ് ആൻസർ.